സാധാരണയായിട്ട് കാണുന്ന ഹെയർ ഫോള് അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, പീരീഡ്സിലെ ക്രമം തെറ്റിൽ മാത്രമാണോ PCODക്ക് ഒരു ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അതാണോ PCOD ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന കാര്യങ്ങളെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കണം. ബ്ലഡ് ടെസ്റ്റുകളായിട്ടുള്ള FSH, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണൽ ടെസ്റ്റ്, LHA ലൂട്ടനൈസിങ് ഹോർമോണൽ ടെസ്റ്റ്, MH ആൻറ്റി മുലേറിയൻ ഹോർമോണൽ ടെസ്റ്റ്, അതുപോലെ തൈറോയിഡ് ഹോർമോണൽ ടെസ്റ്റ് തുടങ്ങി ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ലിപ്പിഡ് പ്രൊഫൈൽ, HB1AC, കംപ്ലീറ്റ് ഹീമോഗ്രാം ടെസ്റ്റ്, ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മളുടെ ഹോർമോണൽ വേരിയേഷൻ എത്രത്തോളം ബോഡിയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് PCOD ആണോ നമുക്കുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഇതിനേക്കാളൊക്കെ പുറമെയായിട്ട് എത്രത്തോളം ഗ്രോത്ത് നമ്മളുടെ ഓവറിയിൽ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മളൊരു അബ്ഡോമിനൽ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൂടെ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ PCOD ആണെന്ന് ഉറപ്പിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സയും തേടേണ്ടതാണ്. അല്ലാതെ വെറുതെയുള്ള ലക്ഷണങ്ങൾ മാത്രം കണ്ടുകൊണ്ട് PCODക്ക് ചികിത്സ നടത്തുന്നത് ശരിയായ ഒരു പ്രവണതയല്ല.